ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസ വിധി വന്നു സുപ്രീം കോടതിയിൽ നിന്ന്. ദേവസ്വം ബോർഡ് പരിപാടി തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി നിന്ന് തള്ളിക്കളഞ്ഞു. വിധി സ്വാഗതാർഹമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും പറയുന്നു. പഞ്ചനക്ഷത്ര സൗകര്യമാണ് പമ്പാ തീരത്തെ പരിപാടിക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാനും ശൗചാലയം ഉപയോഗിക്കാനും തടസ്സം നേരിടുന്നുണ്ട്. 2022 സമാനമായ പരിപാടി നടത്താൻ മറ്റൊരു സംഘടന തീരുമാനിച്ചപ്പോൾ സർക്കാർ എതിർത്തിരുന്നു. അന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നിഷേധിച്ചു. പമ്പാ തീരത്തിന് പകരം മറ്റൊരു ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്താമായിരുന്നു. ദേവസ്വം ബോർഡ് മീറ്റിംഗിലല്ല, സർക്കാർ അവലോകന യോഗത്തിലാണ് പരിപാടി തീരുമാനിച്ചതെന്നും ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു. എന്നാൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി ഇടപെടണമെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞ നിലപാടുകൾ, ഹൈക്കോടതി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇത് നടത്താനെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തിനാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ളതിന് വ്യതിചലിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുന്ന ഈ ഉത്തരവ് ഇപ്പം നിലവിലുള്ളത് ഒരു ഇന്റരീം ഓർഡറാണ്. അതിൽ ചില സർട്ടൈൻ ഡയറക്ഷനോട് കൂടിയാണ് ഈ ഓർഡർ നിലവിലുള്ള ഓർഡർ. ഇത് നിലവിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം ആണല്ലോ എന്നുള്ള ആ രീതിയിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു സമീപനമാണ് കോടതി എടുത്തിരിക്കുന്നത്. പരിപാടിക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും വിധി സ്വാഗതാർഹമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാടുകൾ ഏറെ സ്വാഗതാർഹമാണ്. അത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെയും വിഷയം വരുമ്പോൾ അത് തടസ്സപ്പെടുത്തണമെന്നുള്ള, സ്റ്റേ കൊടുക്കണമെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചതായി ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.